ഷഹറാൻ ഇമാം റഹിമഹുള്ളയുടെ മകൻ അബ്ദുറഹ്മാൻ എന്ന പേരുള്ള മകൻ കിതാബ് പഠിക്കുന്നിടത്ത് താല്പര്യം കാണിക്കാതിരുന്നപ്പോൾ മഹാനവറുകൾ പാതിരാത്രി എഴുന്നേറ്റ് ദുആ ചെയ്തു. പിറ്റേന്ന് മുതൽ അത്ഭുതകരമായ റിസൾട്ട് ഉണ്ടായി എന്ന് സ്വന്തം അനുഭവം മഹാൻ വിശദീകരിക്കുന്നുണ്ട്. ഇതാണ് യഥാർത്ഥ പരിഹാരം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്ക് പൊതുവേ നമ്മുടെ ദുആഇനെ കുറിച്ച് പ്രതീക്ഷ കുറവാണ്. നമ്മളെ ദുആ സ്വീകരിക്കുമോ എന്നുള്ളതിൽ പ്രതീക്ഷ കുറവുള്ളവരാണ് നമ്മളിലേറെക്കുറെ ആൾക്കാരും. ബാക്കിയുള്ളവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണം, അത് സുന്നത്തായ കാര്യമാണ്, പ്രത്യേകിച്ച് അഹ്ലു സ്വലാഹ് ആണെങ്കിൽ. പക്ഷെ നമ്മൾ ദുആ ചെയ്യുന്നിടത്ത് വളരെ കുറവാണ് നമ്മൾ. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇവിടെ ഉള്ളൊരു 50 വയസ്സിന് മേലെയുള്ള ഒരാൾ നിങ്ങൾക്കൊരു 50 വയസ്സും കൂടി കൂടുതൽ കിട്ടാൻ വേണ്ടി അള്ളാഹിനോട് ദീർഘായുസ്സിന് ദ്വാരക്കട്ടെ, കിട്ടിയാന്നല്ല തന്നെ, പക്ഷെ അത് കിട്ടോ എന്നാണ് നമ്മുടെ ചോദ്യം. കാര്യം പക്ഷെ കിട്ടുന്നിട്ടല്ല, കണ്ടോ, നമുക്ക് ദുആഇന് ഉത്തരം ഉണ്ടാവുമോ എന്നുള്ളതിൽ നമുക്ക് തന്നെ ആശങ്കയാണ്. ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ഭയങ്കര ബേജാറ്, മക്കൾ ലിബറലിസം, ഖത്തറിൽ പോയ അങ്ങനെ തന്നെ, കുവൈത്തിലും അങ്ങനെ തന്നെ എന്ന് നമുക്ക് തോന്നും. നമ്മൾ ഈമാനെ കുറിച്ച് വേവലാതികൾ ഇല്ലാതെ പോകരുത്. യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായിട്ടാണ് ഒരാൾ ദ്വാരക്കുന്നതെങ്കിൽ, തൗബ ചെയ്യുന്നതെങ്കിൽ, ആഗ്രഹം പറയുന്നതെങ്കിൽ അള്ളാഹു അത് പൂർത്തിയാക്കി തരും. അതിൻ്റെ മാനദണ്ഡം അത്രയേ ഉള്ളൂ. പൊതുവേ തൗബ എന്നൊക്കെ പറഞ്ഞാൽ ഒരു അരമണിക്കൂർ ലേറ്റ് ഓഫ് ആക്കലൊക്കെ നമ്മളുടെ ധാരണയിലുള്ളൊരു സാധനമാണ്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തൗബ എന്താന്ന് പോലും അറിയാതെ പോകുന്നു. തൗബ എന്ന് പറഞ്ഞ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ അത്തൗബത്തു അന്നദം, ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഖേദം. ലൈസ ലിദ്ദുആഇ അൻ യതലഫം, ദുആഇന് വാക്കോ ഉച്ചരിക്കലോ നിബന്ധനയില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാൾ പറയുകയാണെങ്കിൽ നന്നാവണമെന്ന് മതി, ദാറ്റ്സ് ഇനഫ്, അത്ര തന്നെ. അത് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് പറയുമ്പോൾ, അത് മക്കളെ കാര്യമായാലും സ്വന്തം കാര്യമായാലും അത് മതി. നമുക്ക് ഈമാൻ കുറയരുത്. യൂസുഫ് നബി അലൈഹി സ്വലാം ജയിലിൽ പോകുമ്പോൾ അവർക്കൊരു പേടിയില്ലല്ലോ. അവർ പറയണ തന്നെ റബ്ബു അഹബ്ബു ഇലയ്യ സിജ്നു എന്നാണ്. അള്ളാഹു ഇപ്പോൾ ഒരാളെ ഏറ്റെടുത്ത, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ജനിക്കുന്ന കുട്ടികളെ മുഴുവനും കൊന്നുകളയുമെന്ന് ഫിർഔൻ ശപഥം ചെയ്ത് ഏകദേശം 7000 കുട്ടികളെ കൊന്നൊടുക്കിയ ഫിർഔൻ്റെ കൊട്ടാരത്തിലേക്ക് അവൻ ആരെയാണോ ഭയപ്പെട്ടത് ആ കുട്ടിയെ തന്നെ അള്ളാഹു അങ്ങോട്ട് എത്തിച്ചു. എന്നിട്ട് ഈ കുട്ടിക്ക് ഇപ്പോൾ പാല് കൊടുക്കണമല്ലോ അല്ലേ. 100-200 പെണ്ണുങ്ങൾ ക്യൂ നിന്ന് പാല് കൊടുക്കാൻ, ആരുടെയും മുലപ്പാൽ കുടിക്കണില്ല. സ്വന്തം ഉമ്മ വന്നു, പാല് കൊടുത്തു. ഫിർഔൻ ചോദിക്കുക, ശമ്പളം തരാം ഇവിടെ നിൽക്കുമെന്ന്. അല്ല, പിന്നെ ഈ അള്ളാഹു എന്നല്ലേ നമ്മൾ അള്ളാഹു, അതെ. പക്ഷെ നമുക്കെന്തോ ഒരു അത് ചില പ്രവാസികളുടെയൊക്കെ വർത്തമാനത്തിൽ തന്നെ വേഗം തോന്നും, മദ്യ ലാസിമാണെങ്കിൽ തന്നെ എന്തോ പരാതി ആയിരിക്കും പറയാൻ പോണത്. ഏറെക്കുറെ പരാതി തന്നെ ആയിരിക്കും പറയണം. യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ, അവിടെ അയിമ്മത്ത് ഇമാമിങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഞാൻ എൻ്റെ ക്ലാസ്സിൽ ആവർത്തിച്ച് പറയണത്. ആത്മാർത്ഥതയോടെയാണ് അള്ളാഹുവിനോട് ചോദിക്കുന്നതെങ്കിൽ അത് മതി, വേറൊന്നും വേണ്ട നമുക്ക്. ആ ചോദ്യം ആത്മാർത്ഥതയോടെ ആയിരിക്കണം. സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ഒരാൾ ഇന്നും മദ്യപിക്കണം എന്ന് കരുതിയിട്ട് ഒരു ബോട്ടിൽ ഒരു കുപ്പി മദ്യം കയ്യിൽ കരുതിയിട്ട് മൂപ്പര് നടന്നു വരിക. ആ സമയത്ത് എതിർദിശയിലൂടെ പോകുന്നതാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു അയാളെ കണ്ട ഉടനെ ഒരു സംശയം തോന്നി, അയാളെ കയ്യിൽ എന്താ. അടുത്തെത്തിയപ്പോൾ അയാളോട് ചോദിച്ചു, എന്താടാ കയ്യിൽ? അത് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കണ്ട ഉടനെ ഇയാൾ വേഗം കുപ്പായത്തിൻ്റെ ഉള്ളിൽ അത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്താടാ ഉള്ളിൽ? പറയടോ. സുർക്കയാണ്. സുർക്കയാണെങ്കിൽ അത് ഒളിപ്പിച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഞാനിപ്പോൾ സുർക്ക ഉണ്ട്, നിങ്ങൾ എന്തെങ്കിലും ചെയ്യോ? എടുക്കടാ പുറത്ത് എന്ന് പറഞ്ഞു. ഈ എടുക്കടാ പുറത്ത് എന്ന് പറയുന്നതിൻ്റെയും പുറത്തെടുക്കുന്നതിൻ്റെ ഇടയിൽ വെരി ഫ്യൂ സെക്കൻഡ്സ് അവിടെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ മൂപ്പര് അള്ളാഹിൻ്റെ ദർബാറിലേക്ക് മുട്ടിയിട്ട് ഒരു വർത്താനം, എവിടെയും ടെക്സ്റ്റ് മെസ്സേജും കമൻറ്റ് ബോക്സിലൊന്നും അത് കാണൂല. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് മൂപ്പര് അള്ളാഹിനോട് ഒരു വർത്താനം പറഞ്ഞു. എന്താ പറഞ്ഞതെന്നറിയാം? ഇനി ഞാൻ കുടിക്കൂല, ദയവ് ചെയ്ത് പ്ലീസ് ഈ ഉമറിൻ്റെ മുമ്പിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ അള്ളാഹ്.
അല്ലാതെ ഞാൻ കുറേ സമയമല്ലേ എന്നോട് പറയണത് എടുക്കട പുറത്തെടുക്കുമ്പോഴേക്ക് അത് സുർക്കിയായിട്ട് മാറിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അള്ളാഹു. അങ്ങനെ കറാമത്താവാൻ അങ്ങനെ കുറേ കാലം നന്നായി ജീവിക്കുക എന്നൊന്നുമല്ല. അത് നമ്മളിങ്ങനെ വിചാരിക്കുന്ന ഒരു സംഗതിയാണ്. ഞാൻ പറയണത് ആത്മാർത്ഥതയോടാണ് ഒരാൾക്ക് നന്നാവണമെന്ന് അള്ളാഹുവിനോട് ദ്വാരക്കാണെങ്കിൽ അത് മതി, അത്രയേ കൊണ്ടുള്ളൂ. ഇത് പറഞ്ഞപ്പോൾ മെഡിക്കൽ സ്റ്റുഡൻ്റായ ഒരു പയ്യൻ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഉസ്താദേ നമ്മളീ അള്ള തന്നെ അല്ലേ എന്ന്. ഓൻ വിചാരിച്ച എന്തോ തങ്ങന്മാരെ ഉസ്താദ്മാരെ മാത്രമായിട്ട് അള്ളയാണെന്ന്. അത് നമ്മുടെ എവിടെയോ അവതരണത്തിൽ കൂടിയുള്ള പിഴവാണ്, ഒരു പ്രശ്നം തന്നെയാണ്. നമുക്ക് അള്ളാഹുവിനോടൊന്ന് ദ്വാരന്നൂടെ? ഉപ്പാൻ്റെ ഉമ്മാൻ്റെ ദ്വാ അള്ള സ്വീകരിക്കൂലേ? നമുക്ക് മക്കളെ വിഷയത്തിൽ 5 വക്ത് നേരം ദ്വാരന്നാൽ എന്താ പ്രശ്നം? ബാക്കി പരിഹാരമൊക്കെ നമുക്ക് സെക്കൻഡറി ആലോചിക്കാം. ആദ്യം അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ മതി. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു എന്ന സൂഫി വര്യൻ തൻ്റെ മകൻ അലി എന്ന മോനെ കുറിച്ച് പറയുന്നുണ്ട്, എൻ്റെ മോനെ നന്നാക്കാൻ എന്നെ കൊണ്ടാവില്ല റബ്ബേ, നീ തന്നെ ഏറ്റെടുത്ത് നന്നാക്കി തരണമെന്ന്. ആ മോന് സൂഫിയായി എന്നല്ല, തബഖാത്തുൽ മുനാവിയിൽ കാണുന്നത് എന്താണെന്നറിയോ? ആ അലി എന്ന മോന് ഖുർആൻ ആയത്ത് കേട്ടിട്ട് അർത്ഥം ചിന്തിച്ചിട്ട് അതിൽ ബോധം നഷ്ടപ്പെട്ടിട്ടാണ് വഫാത്താവണത്. ആ ഉപ്പാൻ്റെ ദുആഇൻ്റെ ഫലം കണ്ടോ? നമുക്കെന്തേ ഒന്ന് ദ്വാരന്നാലും മക്കളെ വിഷയത്തിൽ. മക്കൾ നന്നാവുക എന്നുള്ളിടത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ സൂചിപ്പിക്കാനാണ് ഈ സമയം ഉപയോഗിക്കുന്നത്. ഒന്ന്, ഈ ദുആ തന്നെയാണ്. കണ്ടവരോടൊക്കെ മക്കളെ വിഷയത്തിൽ ഒന്ന് ദ്വാരക്കാൻ പറയാം. മക്കൾ നന്നായാലുള്ള ഒരു മെച്ചം എന്ന് പറഞ്ഞാൽ ഒട്ടും പേടിക്കാതെ ഖബറിൽ പോകാം. അതാണ് ഈ മക്കൾ നന്നായുള്ള ഒരു മെച്ചം. ഒട്ടും പേടിക്കേണ്ട, ഖബറിൽ പോകാം. പോകുന്ന സമയത്ത് ചിലപ്പം ടിക്കറ്റ് കൺഫേം ആവാത്തതുകൊണ്ട് UR അൺറിസർവ്ഡ് കോച്ചിൽ കയറേണ്ടി വരും. എഗ്മോറിൽ ഒരു ചൂടും അസ്വസ്ഥതയൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് TTR വിളിച്ചിട്ട് AC മാറ്റും. എന്താ എൻ്റെ മോന് വിളിച്ചു പറഞ്ഞിന് ബി ദുആ ഈ വലതിക്ക, എനിക്കൊരു സഖാഫിയായ മോനില്ലേ, ആ ദ്വാരന്നിട്ടുള്ള ഖബറിൻ്റെ വിശാലത നം കനൗമത്തിൽ അറൂസ്, പുതിയാപ്പിള ഉറങ്ങണ പോലെ ഉറങ്ങിക്കോന്ന് പറയും. ഒരു മോൻ അങ്ങനെ വേണം. അല്ലെങ്കിൽ പിന്നെ ബുഖാരി ഇമാമിന് മക്കളുണ്ടോയെന്നൊരു ചർച്ചയുണ്ട്. ഇബ്നു ഹജർ റഹിമുള്ള ഇടപെട്ടിട്ട് പറയണ്ടേ, ഇല്ലെങ്കിൽ തന്നെ ഇപ്പം എന്താ പ്രശ്നം, ബുഖാരി എന്ന കിതാബില്ലേ, അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ പിന്നെ മക്കളൊന്നും നല്ല അല്ലെങ്കിലും വലിയ കുഴപ്പമില്ല എന്നൊക്കെ വിചാരിക്കാം. അങ്ങനെ വല്ല കിതാബ് എഴുതാനുള്ള ശക്തിയോ ഇനി കൻസുൽ മുസ്താദിനെ പോലെ ജീവിതം മുഴുവനും ഉമ്മത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന അപാരമായ സേവനമോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ. മക്കൾ നന്നായി കിട്ടണം. മക്കൾ നന്നായി കിട്ടാനുള്ള പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം നേരത്തെ ആമുഖത്തിൽ ഓതിവെച്ച ഹദീസാണ്. റഹിമല്ലാഹു വാലിദൻ, മാതാപിതാക്കൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ഏതാണ് ആ മാതാപിതാക്കൾ? ആരാണ് ഈ ദ്വാരക്കണത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി ദ്വാരക്കുന്നു ചില പാരൻസിന്. ആ പാരൻസിൻ്റെ പ്രത്യേകത എന്താ? ആന വലതുഹു അല ബിർരിഹി, മക്കളെ അനുസരണ ഉള്ളവരാവാൻ വേണ്ടി ആ ഉപ്പിയുമ്മയും തന്നെ ഓരോ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താ ഉസ്താദേ? അർത്ഥം ഇങ്ങനെയാണ്. ഇപ്പോൾ ഓന് ടൂറിന് പോയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് വിടാത്തതിൻ്റെ ചൂടിലാണ് ഉള്ളത് മൊത്തത്തിൽ. ആ സമയത്ത് പീടികയിൽ പോകാൻ പറഞ്ഞ ഓന് ഒരിക്കലും പോകാൻ സാധ്യതയില്ല, തൽക്കാലം പറയാതിരിക്കുക എന്ന്. എൻ്റെ ഉപ്പ അങ്ങനെയാണ് പഠിപ്പിച്ചത്. ആ മുട്ട പൊഴിഞ്ഞ വായിലിട്ടൊക്കെ ഒന്ന് പുറത്തെടുത്തിട്ട് തൽക്കാലം ഇനിയുള്ള കാലത്ത് ഈ ഹദീസിൻ്റെ വ്യാഖ്യാനം ഒന്ന് വായിക്കുക. എന്താ വായിക്കേണ്ടത്? യംബഗീലിൽ വാലിദീന അയ്യുഈനു ഔലാദഹും ഖുസൂസൻ ഫീ ഹാദിഹിൽ അസ്മിന അല്ലത്തി ഫശാ ഫീഹൽ ആഖ്. മാതാപിതാക്കളോട് അനുസരണക്കേട് വർദ്ധിച്ച ഈ കാലത്ത് കുറച്ചുകൂടി മക്കളോട് ചേർന്ന് നിന്ന് അവർ അനുസരണയുള്ളവരാൻ വേണ്ടി ഓരും കൂടി ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞാൽ, ഉപ്പ കുറച്ച് ചൂടിൽ മോനോട് പറഞ്ഞ് 20 തേങ്ങ ഉരിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ മുട്ടും കാല് എന്ന് പറഞ്ഞിട്ടാണ് ഉപ്പ പോയത്. അപ്പോൾ ഉമ്മ എന്താടോ ഒരു മൂഡ് ഓഫിൽ 20 തേങ്ങ ഞാൻ എങ്ങനെ ഒരിക്കൽ എന്നുള്ള എടുത്തോളം ഇവൻ ബേജാറിൽ. അപ്പോൾ ഉമ്മ പറയണം, ഞാനൊരു 10 ഉരിച്ചാലും മോന് ഓക്കെ. ആ ഉമ്മാക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് ദുആ ഇടുന്ന് മദീനയിൽ നിന്ന്. അല്ലാണ്ട് ആ ഉമ്മ എന്താ പറഞ്ഞേ 20 തേങ്ങ ഒരിക്കാനോ ഒരിക്കലല്ല. അങ്ങനെ ഇരുമ്പൊലക്ക നിയമങ്ങളൊക്കെ തൽക്കാലം മാറ്റിവെക്കുക. കുറച്ചുകൂടി കുട്ടികളോട് ചേർന്ന് നിൽക്കുക. കുട്ടികൾക്ക് തോന്നണം എൻ്റെ ഉപ്പാനോടും ഉമ്മാനോടും എന്തും പറയാമെന്ന്, എന്തും തുറന്നു പറയാം. ഉമ്മ, ആ ചങ്ങായി ഇന്നലെയും ബസ് ഇറങ്ങുന്ന സമയത്ത് പിന്നെ ബേക്കിൽ തന്നെ വന്നിട്ട് അന്ന് മോളപ്പര ആഹാ, അപ്പോൾ ഉപ്പിയുമ്മയൊന്നും ഇല്ലാതിരിക്കണമല്ലോ. അപ്പോൾ വി ആർ വിത്ത് യു എന്ന തിയറി ആ കുട്ടിക്ക് തോന്നിയാൽ എൻ്റെ കൂടെ എൻ്റെ അമ്മാവൻ, കാരണവർ, ഉമ്മ, ഉപ്പ എല്ലാവരും ഉണ്ടെന്ന് ഓൾക്ക് തന്നെ ഒരു ധൈര്യം ഉണ്ടാവും. തിരിച്ചാണ് പറഞ്ഞെങ്കിൽ എന്ത് എൻ്റെ ബേക്കിൽ നടന്നിനാ സാത്യം പറഞ്ഞോളൂ, എന്തെങ്കിലും ആക്കിനാ ഇന്നേ പറഞ്ഞ ഇനി കെട്ടിപ്പിടിച്ചവരൊന്നും പറയാൻ സാധ്യതയില്ല.
ഇനി കോടതിയിൽ നിന്ന് വിളിക്കേണ്ടി വരും. കുറ്റപ്പെടുത്തൽ പരമാവധി കുറക്കുക. 6 കുട്ടികൾ നബി തങ്ങളുടെ മടിയിൽ മൂത്രമൊഴിച്ചിരുന്നു. ആരും സ്വന്തം മക്കളല്ല. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മടിയിൽ ഹസൻ റളിയല്ലാഹു അൻഹു ഹുസൈൻ തങ്ങളോ മൂത്രമൊഴിച്ചപ്പോൾ നെഞ്ചിലാണ് മൂത്രമൊഴിക്കണത്. ചെറിയ പയ്യനെ കുട്ടിയായ സമയത്ത് മൂത്രമൊഴിച്ചപ്പോൾ ഫാത്തിമ ബീവി എന്ന ഉമ്മ ഇവിടെ ഒരു കൊട്ട് കൊടുത്തു. എത്താടാ ഉപ്പാപ്പൻ്റെ നെഞ്ചിൽ മൂത്രമൊഴിച്ചല്ലോ. അപ്പോൾ തങ്ങൾ ഔജെത്തി പിന്നെ എൻ്റെ മോനെ വേദനിപ്പിച്ചാൽ ഇത് വെള്ളം കൊടുത്താൽ തീരുന്നല്ലേ ഉള്ളൂ. കണ്ടോ, സിമ്പിൾ. പൊതുവേ നമ്മുടെ നാട്ടിലുള്ള ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ സ്വന്തം മക്കളെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ബാക്കിയുള്ളവരെ സ്നേഹിക്കുന്നിടത്ത് നമുക്ക് ഭയങ്കര താല്പര്യം. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വന്ന് ആ ഗസ്റ്റിൻ്റെ ഒരു കുട്ടിയുടെ കയ്യിൽ നിന്നൊരു ഗ്ലാസ് വീണ് പൊട്ടിയാൽ നമ്മൾ പെരുമാറുന്ന രീതി എന്താണ്? കുഴപ്പമില്ല മോനെ, പ്രശ്നമൊന്നുമില്ല. ഓൻ്റെ ഉപ്പ അവനോട് ചൂടായാൽ തന്നെ എന്തിനാ ഉപ്പ ആ കുട്ടീനോട് ചൂടാണ്ട്? പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞ നബിദിനത്തിനും സാഹിത്യോത്സവത്തിന് ഗ്ലാസ് കിട്ടി മത്സരം തന്നെ വെക്കുക, ഗ്ലാസ് പൊട്ടിക്കൽ മത്സരം. അവർ തിരിച്ച് കാറിൽ നാട്ടിലേക്ക് പോകുന്ന വഴിയിൽ നമ്മളെ മോൻ്റെ മുന്നേ ഒരു ഗ്ലാസ് വീണ് പൊട്ടിയാൽ എന്താ നമ്മൾ പറയും? ഇത് എത്രാമത്തെ പൊട്ടിക്കലാണ് ശൈത്താനെ? എന്തേ മത്സരമില്ല? ജഡ്ജസ് പ്ലീസ് നോട്ട്, ദിസ് കോമ്പറ്റീഷൻ ഈസ് ക്യാൻസൽഡ്. അഭിനയിക്കരുത്, നാട്ടാറ മുമ്പിൽ നിന്ന് അഭിനയിക്കരുത്. സ്വന്തം മക്കളോട് സ്നേഹമില്ല. സാന്ത്വനത്തിൻ്റെ മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് വരുന്നത്. പാവപ്പെട്ട ഒരാൾക്ക് വീൽ ചെയർ കൊടുക്കണം എന്നുള്ള അജണ്ടയും കഴിഞ്ഞിട്ടാണ് വരുന്നത്. എൻ്റെ ഭാര്യനോട് ചൂടാവുക. എത്രയാണ് ഈ വീൽ ചെയർ കൊടുക്കുന്നത്? ആർക്കാണ് ഈ സ്വാതന്ത്ര്യ പ്രവർത്തനം? ഫസ്റ്റ് തുടങ്ങേണ്ടത് വീട്ടിലാണ്. കർട്ടൻ്റെ അപ്പുറത്തുനിന്ന് ചില പെണ്ണുങ്ങന്മാർ വിചാരിക്കുന്നുണ്ടാവും, പറഞ്ഞു കൊടുക്കും ഉസ്താദേ, പറഞ്ഞു കൊടുക്കും വിചാരിക്കുന്നുണ്ട്. കുറച്ചുകൂടി നമ്മളെ വീട്ടിൽ കുട്ടികളോട് സ്നേഹം കൊടുത്തിട്ട് അവരുടെ സ്നേഹം വാങ്ങും. അതാ വേണ്ടത്. ഏറ്റവും പ്രധാനം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടികളോട്, ഭാര്യമാരോട് ആ രീതിയിലായിരുന്നു പെരുമാറിയത്. മൂന്നാമത്തെ ഒരു കാര്യം സാമ്പത്തിക ശുദ്ധിയാണ്. സാമ്പത്തിക ശുദ്ധി. ഒറ്റൊരു ഹൗസ് വാമിങ്ങിന് വേണ്ടി സർവ പണവും കളയുന്നവരായി നമ്മൾ മാറരുത്. ഹറാമായ ഒറ്റ ബിസിനസ്സിലും നമ്മൾ ഉണ്ടാവരുത്. പറ്റിക്കപ്പെടുന്ന കാലമാണിപ്പോൾ. പലിശ എടുത്തിട്ട് കുറേ ഷോപ്പുകൾ ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുന്ന കാലം. അമിതവ്യയം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഒരു ബർക്കത്തും ഉണ്ടാവില്ല ജീവിതത്തിൽ. സാമ്പത്തികമായ ശുദ്ധി എന്ന് പറയാൻ കാരണം ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുന്നിടത്ത് കാണാം. ബുഖാരി ഇമാമിൻ്റെ വാപ്പൻ്റെ പേര് ഇസ്മായിൽ എന്നാണ്. ബുഖാരി ഇമാമിൻ്റെ പേര് മുഹമ്മദ് എന്നാണ്. മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റളിയല്ലാഹു അൻഹു. അവരുടെ ബർക്കത്തുകൊണ്ട് അള്ളാഹു നമ്മളെ മക്കളെ സ്വാലിഹീങ്ങളാക്കട്ടെ. ആ ഇസ്മായിൽ എന്ന ഉപ്പ വഫാത്താവുന്ന സമയത്ത് ലക്ഷക്കണക്കിന് സ്വത്തുണ്ട് അവർക്ക്. മഹാൻ പറയുന്നുണ്ട്, എൻ്റെ സ്വത്തിൽ 1 ദിർഹം പോയിട്ട് 1/2 ദിർഹം വരെ ഹറാമ് പോയിട്ട് ശുബ്ഹത്ത് തന്നെ ഇല്ല. ആ സ്വത്ത് കൊണ്ട് ജീവിച്ച മോനാ ബുഖാരി ഇമാം. അതാണ് ഇത്രയും ശുദ്ധിയും സ്വീകാര്യതയും കബൂലിയത്തൊക്കെ. ഇതിന് ഉപോത്ഭകമായ ഒരു മസല തന്നെ കാണാം കിതാബിൽ. ഹുസ്നു തനബ്ബുഹ് ലിമാ വറദ ഫി തശബ്ബുഹ് എന്ന കിതാബിൽ കാണാം. ഭാര്യക്ക് ചെലവിന് കൊടുക്കുന്ന പണവും നിക്കാഹിൻ്റെ അന്ന് കൊടുക്കുന്ന മെഹറും ഇത് രണ്ടും പ്യുവർ ഹലാലാണെങ്കിൽ ജനിക്കുന്ന കുട്ടികൾ സ്വാലിഹീങ്ങളാവുന്ന. ഭാര്യക്കാണ് മെഹർ. ചില സ്ഥലത്ത് അമ്മോശം പൊക്കിയിട്ട് കൊണ്ടുപോകുന്നതാണ്. ഇത് പ്യുവർ ഹലാലായിരിക്കണം. ചെലവിന് കൊടുക്കണമൊക്കെ പ്യുവർ ഹലാലായിരിക്കണം. 2 മാസം കൊടുത്തിട്ടില്ലെങ്കിൽ തന്നെ കൊടുക്കുന്നത് ഹലാലായിരിക്കണം. എങ്കിൽ പൂർണ്ണമായും ശുദ്ധി ഉണ്ടാവും. കുട്ടികളുടെ ജീവിതത്തിൽ സ്വലാഹിയത്തുണ്ടാവും. നമ്മൾ ചെയ്യുന്ന ചില നന്മകൾക്കനുസരിച്ചിട്ടാണ് കുട്ടികൾ നന്നാവുക. ഇന്നല്ലാഹ ലാ യഹ്ഫളു ബിർറജുലി സ്വാലിഹി വലദഹു വവലദ വലദിഹി. ഒരാൾ നന്നാവുമ്പോൾ അതിൻ്റെ ഫലം മക്കളിലും മക്കളിലൊക്കെ കാണും. നിങ്ങൾ സ്വാലിഹീങ്ങളുടെ ഒക്കെ മാതാപിതാക്കൾ എടുത്ത് പരിശോധിച്ചാൽ ഇത് കാണാൻ പറ്റും. എന്തിനധികം കിതാബിൽ ഉദാഹരണം പറയുന്നിട്ട് നമ്മൾ ഞെട്ടിപ്പോവും. ഭക്ഷണം കഴിക്കുമ്പോഴുള്ള വറ്റ് ബാക്കിയാക്കിയാൽ ജനിക്കുന്ന കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്ന. ഒരു ഉപ്പ ഭക്ഷണം കഴിക്കുമ്പോൾ നെയ്ച്ചോറിൻ്റെയോ സാദാ ചോറോ മന്തിയോ കോഴിയുടെ എല്ലിൻ്റെയോ മത്സ്യത്തിൻ്റെ മുള്ളിൻ്റെയോ മേലെ അതിൻ്റെ വറ്റ് ബാക്കിയായി, എന്നിട്ട് അത് നോർമെൻ്റ് ചെയ്ത് വിട്ടു എങ്കിൽ ജനിക്കുന്ന കുട്ടിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. തിരിച്ചുകൊണ്ട് സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന മാതാപിതാക്കളുടെ തലമുറ നന്നാകുന്ന കണ്ടോ. അതങ്ങനെ തന്നെ. യൂട്യൂബിൽ എന്തെങ്കിലും വേണ്ടാത്തരം കണ്ട ചെറുപ്പക്കാരിയായ ഉമ്മ ഉപ്പ
ഭർത്താവ് കാണുന്നുണ്ട്, ഭാര്യ കാണുന്നുണ്ട്, ഡിലീറ്റ് ആക്കിയാലും മക്കളിൽ അത് ഡിലീറ്റ് ആവില്ല. മക്കളിൽ അത് കാണും, ഇങ്ങനെ കാണും. അത് കിതാബിൽ ചില ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ വിചാരിക്കും അങ്ങനെയൊക്കെ ഉണ്ടാവുമോ. ഷെഹ്റാൻ ഇമാം റഹിമഹുള്ളയുടെ ഉസ്താദ് ഒരിക്കൽ ഷെഹ്റാൻ ഇമാമിനോട് പറഞ്ഞു, നമ്മുടെ സ്വഭാവം മോശമായാൽ ഭാര്യൻ്റെ സ്വഭാവം തന്നെ മോശമാവുന്നു. അപ്പോൾ ഷെഹ്റാൻ ഇമാം ശങ്കിച്ചു, അങ്ങനെയൊക്കെ ഉണ്ടാവും? നമ്മുടെ സ്വഭാവം മോശമായാൽ ഭാര്യൻ്റെ സ്വഭാവം മോശമാണ്, അങ്ങനെ ഉണ്ടാവും? വെറുതെ ഒന്ന് നോക്കി നോക്കാം. ജറബ്തു അന വഉമ്മു അബ്ദുറഹ്മാനും, ഞാനൊന്ന് വെറുതെ പരീക്ഷിച്ച് നോക്കി. 2 ദിവസം സ്വഭാവം വെറുതെ മോശമാക്കിയിട്ട് അഭിനയിച്ച് നോക്കി. അപ്പോഴേക്ക് ഭാര്യ മാറിയിട്ടുണ്ട്. അതെ, അത് തെളിവുണ്ടല്ലോ. എന്ത്, നല്ല കച്ചവടം ചെയ്യുന്ന ഒരാൾ കച്ചവടം ചെയ്ത് തിരിച്ചു വരുമ്പോൾ ഭാര്യ ചോദിച്ചു, നിങ്ങൾ ഇന്നെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? എന്താണ് നീ അങ്ങനെ ഒരു ചോദ്യം? ഉരുണ്ട് കളിക്കേണ്ട, എസ് ഓർ നോ ക്വസ്റ്റ്യനാണ്, WH അല്ല. ചോദിച്ചതിന് മറുപടി പറയും, നിങ്ങൾ ഇന്നെന്തെങ്കിലും തെറ്റ് ചെയ്തിനോ ഇല്ലയോ? കുറേ ചോദിച്ചപ്പം പറഞ്ഞു ചെയ്തിട്ടുണ്ട്. എന്താ തെറ്റെന്ന് ചോദിച്ചു. സാധനം വാങ്ങാൻ വേണ്ടി പർച്ചേസിന് വന്ന ഒരു പെൺകുട്ടി, ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ. ആ പെൺകുട്ടിയുടെ കൈ ഞാൻ അറിഞ്ഞം കൊണ്ട് തൊട്ടിന്. ഭാര്യ പറഞ്ഞു, അതിവിടെ കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെ നീ അറിഞ്ഞത്? ഓള് പറയാൻ സാധ്യതയില്ല, വീടും ഷോപ്പും നല്ല ഡിസ്റ്റൻസും ഉണ്ട്. നീ എങ്ങനെ അറിഞ്ഞ? സത്യം പറയും. അതെനിക്ക് തോന്നി. എങ്ങനെ എനിക്ക് തോന്നിയത് പറയാറോ? സാധാരണ ചുമട്ട് തൊഴിലാളിയായിട്ട് സാധനം കൊണ്ടുവരുന്ന ആളില്ലേ വീട്ടിലേക്ക്, ചായപ്പൊടി, മൈദപ്പൊടി, മുളക് പൊടി, സാമ്പാർ പൊടി എന്നൊക്കെ പറയണ പോലെ. 2 ആഴ്ച കൂടുമ്പോൾ യെസ്, അയാൾ ഇന്ന് കൊണ്ടുവച്ച് സാധാ കൊണ്ടുവച്ചിട്ട് അയാൾ പോക്കാണ്. ഇന്ന് കൊണ്ടുവച്ചിട്ട് വാതിൽ മുട്ടിയിട്ട് അയാൾ പോയിട്ടുണ്ടാവും എന്ന് വിചാരിച്ച് കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ തുറന്നു നോക്കുമ്പോൾ അയാൾ അവിടെ തന്നെ ഉണ്ട്. ഞാൻ സാധനം എടുക്കുമ്പോൾ അയാൾ എന്നെ കെട്ടിപ്പിടിച്ചിട്ടാണ് പോയത്. 10 ഗുണം 10 ഗുണം എന്ന് പറഞ്ഞാൽ GCCയിലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഓഫീസ് സ്റ്റാഫ്, ലേഡി സ്റ്റാഫ് ട്രൗസർ ഇട്ടിട്ട് നടക്കുന്നത് ഭർത്താവ് നോക്കിയില്ലെങ്കിൽ പാത്തുമ്മാനെ നോക്കാൻ പറമ്പത്ത് ആരെങ്കിലും ഉണ്ടാവുമെന്നാണ് അതിൻ്റെ ഷറഹിലുണ്ടാവല്. അതതിൻ്റെ അർത്ഥം. നമ്മുടെ ജീവിതത്തിൻ്റെ ശുദ്ധി അനുസരിച്ചിട്ടായിരിക്കും നാട്ടിൽ മാസാമാസം കൊടുക്കണം പൈസ അല്ല പ്രധാന മാനദണ്ഡം സ്വലാഹിയത്തിന്. അങ്ങനെ വിചാരിച്ചു പോകരുത്. അതൊരു മെറ്റീരിയൽ ലോകമാണ്. ആത്മീയമായി നമ്മുടെ ജീവിതം ശുദ്ധി ഉണ്ടായിരിക്കുക, അതാണ് ഏറ്റവും പ്രധാനം. പ്രതീക്ഷകൾ നമുക്ക് അസ്തമിക്കാനൊന്നുമില്ല. എന്താ പ്രതീക്ഷ അസ്തമിക്കാനില്ലേ? ഇതിനേക്കാൾ കെട്ടുനാറിയ വൃത്തികേട് നിറഞ്ഞിരിക്കുന്ന ഒരു കാലം ഉണ്ടായിട്ടില്ലേ? ആ കാലത്തെ ജാഹിലിയ കാലം എന്ന് പറയുന്നതിനേക്കാൾ ഖുർആൻ പ്രയോഗിച്ച ഒരു പ്രയോഗമുണ്ട്. ലഫീ ലലാലിൻ മുബീൻ എന്ന് പറഞ്ഞത്. ലസൂ ലലാലിൻ മുബീൻ എന്നല്ല, ലഫീ ലലാലിൻ മുബീൻ. അത്രയും വൃത്തികേടായിരുന്നു ആ കാലത്ത്. ആ കാലത്തെ എത്ര മനോഹരമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശുദ്ധിയാക്കിയിട്ടുണ്ട്. എത്ര പരിശുദ്ധരായ സ്വഹാബത്തിനെ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ കാലത്തെ പ്രശ്നങ്ങൾ പുതിയ ഭാവത്തിൽ വരുമ്പോൾ ആ കാലത്തെ പരിഹാരം പുതിയ ഭാവത്തിൽ ആവർത്തിക്കപ്പെടുക, അതന്നെയേ പരിഹാരമുള്ളൂ. CCTVയും നിയമപാലകരും അല്ല പുതിയ കാലത്തെ പരിഹാരം എന്ന് പറയുന്നത്. പുതിയ കാലത്തെ പരിഹാരം ആത്മീയമായി നമ്മൾ അങ്ങ് ശുദ്ധിയാവുക, അതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ അങ്ങ് നന്നാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ പാരന്റിങ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. അതോടൊപ്പം ആത്മാർത്ഥമായി ദുആ ചെയ്യുക.